മൈവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കിട്ടി. ആ പായിപ്പാട്ടെ ഒരു ബംഗാളിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. അവനെ വെച്ച് നമുക്കൊരു പണി കൊടുക്കാം. ഈ കോൺഗ്രസ്സുകാരും CPM-കാരും ഒക്കെ നിന്ന് നമ്മുടെ കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കി കാണിക്കുന്നല്ലേ. കാണിച്ചുതരാടാ. हेलो, ए छोटू है ना, छोटू अब बंगाली भाई है छोटू. हाँ मैं संगी हूँ. എൻ്റെ അമ്മോ, ഈ മലയാളികൾ സംഗീ എന്ന് വിളിച്ച അവസാനം സംഗീ തന്നെ. സംഗീ नहीं, मेरा नाम सुरेंद्रन जी. ओ सुरेंद्रन नहीं है, मेरा नाम बिंद्रा. हाँ मैं अभी फोन किया. तू हिंदी പറയുന്നില്ല എൻ്റെ അമ്മോ. तू दिल्ली देखा है? हाँ भाई बोलो. हाँ वो दिल्ली हम लोग देखा है. हाँ उधर थोड़ा प्रॉब्लम है ना. हाँ उधर क्या है, उधर पूरा आदमी बाहर निकालता है. उधर काम नहीं, पैसा नहीं. എന്താണ് ഈ ഭക്ഷണം? खाना भी नहीं है उधर. हाँ भाई आओ मालूम है. आप कौन है भाई? आप किधर से पूछ रहे हैं? हम लोग देखा है दिल्ली में वो प्रॉब्लम. अच्छा ओ दिल्ली में नहीं, उधर. എൻ്റെ അമ്മ ഹിന്ദിയും പഠിച്ചിട്ടില്ല. और दिल्ली के बाद केरला भी वो अवस्था आता है. वो पिड़राई है ना. वो बोला है अभी നിങ്ങൾക്ക് ഭക്ഷണമൊന്നും തരില്ല. आपको खाना नहीं देगा. आपको क्या भी नहीं देगा. वो काम करो आप लोगों, पूरा आदमी को बोलो, उसके बाद रोड में जाओ. वो अच्छा करो, എല്ലാവിധ സപ്പോർട്ടും. ओके. अरे भाई ये क्या बोलता है आप? हम लोग अब भी जाएगा, अभी खाना नहीं. ओके സമാധാനമായി. ഇനി ആ ബംഗാളികള് ആ ചെങ്ങന്നൂരും പായിപ്പാടത്തൊക്കെ ഇറങ്ങി അവന്മാർ ഇനി എടുത്തു കൂട്ടുന്ന പണി സംഘികളോടാണല്ലടാ. പിണറായി, കോൺഗ്രസ്സുകാരെ, ലീഗാരെ, സുഡാപ്പികള്, നിങ്ങളുടെയൊക്കെ കളി സംഘികളോടാണല്ലടാ. ഞങ്ങളുടെ UP കഴിഞ്ഞിട്ട് മതി കേരളം. കാണിച്ചുതരാം. അപ്പൊ പായിപ്പാട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ അവതരണം നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടും എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നുള്ളത്. കാരണം ഡൽഹിയിൽ നിന്നെത്തിയ ആ ഫോൺ കോൾ അത് ആരുടേതാണ് എന്നുള്ളത് ഒന്ന് വ്യക്തമായി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ സംഘി പാർട്ടി ഓഫീസിലേക്ക് അങ്ങ് ചെല്ലാം. അതായത് ട്രേസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് നിങ്ങളുടെയൊക്കെ തീരുമാനം? നമ്മുടെ കൊച്ചു കേരളം കൊറോണയെ നല്ല രീതിയിൽ തന്നെ പ്രതിരോധിക്കുന്നുണ്ട്. നമുക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടാക്കിയിട്ട് ആ പ്രശ്നത്തെ ദേശീയവൽക്കരിച്ചിട്ട് ആ പ്രശ്നത്തെ മുന്നിൽ നിർത്തിയിട്ട് പിണറായി സഖാവ് ശരിയല്ല, കോൺഗ്രസ്സുകാർ ശരിയല്ല, ഇവിടെ അപ്പുറം ഇപ്പുറം തമ്മിൽ തല്ലി കളിക്കുകയാണെന്ന് വരുത്തി തീർക്കാനുള്ള സംഘികളെ, നിങ്ങളുടെ ആ സൈക്കോളജിക്കൽ മൂവ് ഉണ്ടല്ലോ, അത് വീട്ടിൽ വെച്ചാൽ മതി. എന്താണ് ഇന്ന് രാവിലെ സംഭവിച്ചത്? കോട്ടയം ചങ്ങനാശ്ശേരിക്ക് സമീപമുള്ള പായിപ്പാടില് ഒരു കൂട്ടം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങി വരികയാണ്, ഡൽഹിക്ക് സമാനമായിട്ടുള്ള രീതിയിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ പേടിച്ചു പോയി. ഭക്ഷണമില്ല, കാമില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരായാലും പ്രതിപക്ഷ പാർട്ടികളായാലും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനിടയിലും ഇവര് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോഴല്ലേ കാര്യം പിടികിട്ടുന്നത്. ഡൽഹിയിൽ നിന്ന് ഒരു ഫോൺ കോള് ഇവിടെയുള്ള ചോട്ടുബായിക്ക് വരുന്നു. ആ ചോട്ടുബായി മറ്റുള്ള ചോട്ടുബായിനെയും കൂട്ടിയിട്ട് മുന്നോട്ട് വരുന്നു. ആ കളിയൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചോന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ മലയാളികള് സംഘികളോട് പറഞ്ഞു കഴിഞ്ഞു. വേണ്ട രീതിയിൽ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്.
അവരുടെ വീടുകളിലേക്കൊക്കെ ഞങ്ങളുടെ ആളുകൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെയുള്ള കറികളും അവിടെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇനിയെങ്കിലും ഈ സംഘിപ്പാളയത്തിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് പോകുന്ന കോളിൽ ഒരു നിയന്ത്രണം ഉണ്ടാക്കൂ. കാരണം കേരളത്തിൽ വന്ന് കളിച്ചാലുണ്ടല്ലോ സംഘികളെ, വേണ്ട രീതിയിൽ 8ന്റെ പണി ഞങ്ങൾ തരും. ആ 8ന്റെ പണിയിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും. അതിനാൽ നിർത്തിക്കോളൂ ഈ നാടകം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.